മധുരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക പുഡിങ്, അതേപോലെ ഐസ്ക്രീം ഇതൊക്കെയല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്കൊരു വെറൈറ്റി പുഡിങ് ഉണ്ടാക്കിയാലോ? അതായത് റസ്ക് പുഡിങ്. തീ പോലും കത്തിക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണിത്. അതേപോലെ നല്ല സോഫ്റ്റും കൂടിയായിട്ടുള്ള ഒരു റസ്ക് പുഡിംഗ് ആണിത്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? ഇതിനായി ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നല്ല ചൂട് വേണ്ട, ഒരു മീഡിയം ചൂട് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ആ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു അര കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചീസ് ക്രീമാണ്. അപ്പോൾ ഒരു അര കപ്പ് ചീസ് ക്രീം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒരു പൾസിലിട്ടിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഒരു അര കപ്പ് ഫ്രഷ് ക്രീം ഞാൻ ഈ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഫ്രഷ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് റസ്ക് ആണ്. അപ്പോൾ അത് നമുക്കൊരു പുഡിംഗ് ട്രേയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായി ആദ്യം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കാപ്പിയില്ലേ, അതിലേക്ക് ഈ റസ്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് വേണം ഈ ട്രേയിൽ ഒന്ന് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ട്രേ ഫുള്ളായിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. അതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമന്റും ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഓരോ റസ്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്യണം. ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ക്രീം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിതാ ഇതിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് എല്ലാ ഭാഗത്തേക്കൊന്ന് പരത്തി കൊടുക്കാം. അപ്പം ഇതാ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് പിന്നെയും റസ്ക് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ആദ്യം ഒന്ന് കാപ്പിയിലൊന്ന് റസ്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫ്രഷ് ക്രീമിന് പകരം നമുക്ക് വിപ്പിംഗ് ക്രീമും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ നല്ല സോഫ്റ്റ് ആണ് ഇത് കഴിക്കാൻ. അപ്പം ഞാനിതാ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. റസ്ക് ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ബാക്കിയുള്ള ക്രീമും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതാ ബാക്കിയുള്ള ക്രീം ഫുള്ളായിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വെക്കാം. ഇത് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബൂസ്റ്റോ അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള റസ്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിംഗ് ആണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ റസ്ക് പുഡിംഗ് നല്ല തണുപ്പോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൽ ബൂസ്റ്റ് ഒക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഇത് അവർക്ക് കഴിക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും കൂടി ചെയ്യണേ. ഓക്കെ, ബൈ.